ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റിയ 2 തരം കുക്കീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോർലിക്സ് കുക്കീസും അതുപോലെ തന്നെ ബൂസ്റ്റ് കുക്കീസുമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കീസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് 12ാമത്തെ വീഡിയോ ആണ്. 15 വീഡിയോ ആകുമ്പോഴാണ് നിങ്ങൾക്ക് സമ്മാനം തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ച് കേൾക്കാവുന്നതാണ്. നമുക്ക് ബേക്കിങ്ങിനെ പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വിളിച്ച് കേൾക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ 2 കുക്കീസും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അളവ് അനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദാ മാവ് നിങ്ങൾ എടുക്കുമ്പോൾ എലൈറ്റിൻ്റെ മൈദാ മാവ് തന്നെ എടുക്കണം കേട്ടോ. ഇതുപോലെ കുക്കീസ് പപ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ എലൈറ്റിൻ്റെ മൈദാ മാവ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പാക്കറ്റാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 കിലോ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കപ്പ് മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കറക്റ്റ് അളവിന് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 250 ഗ്രാം മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അളവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കറക്റ്റ് 250 ഗ്രാം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്തവർ നിങ്ങൾ കടയിൽ പോയിട്ട് 1/2 കിലോ പാക്കറ്റ് വാങ്ങിക്കണം. അതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള ഒരു പാത്രം എടുക്കുക. 2 ഒരേ അളവിലുള്ള പാത്രം എടുത്തിട്ട് അതൊരളവിൽ കണക്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മൈദാ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടി എടുത്തിരിക്കുന്നത് 125 ഗ്രാം ആണ് കേട്ടോ. അപ്പോൾ മൈദാ മാവ് 250 ഗ്രാം എടുക്കുമ്പോൾ പഞ്ചസാര 125 ഗ്രാം. അപ്പോൾ നിങ്ങൾ 1 കിലോയ്ക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് മെഷർമെൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനവിടെ പഞ്ചസാര പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വനസ്പതിയാണ്. അപ്പോൾ നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന വനസ്പതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 150 ഗ്രാമാണ് കേട്ടോ. ബിസ്ക്രീമിൻ്റെ വനസ്പതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുമ്പോൾ ആ ഒരു വനസ്പതി എടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ 1 കിലോയ്ക്ക് എടുക്കുന്നത് 600 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇപ്പം മൈദാ മാവ് 250 ഗ്രാം ആണെങ്കിൽ വനസ്പതി 150 ഗ്രാമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷുഗറിൻ്റെ അളവെന്ന് പറയുമ്പോൾ 125 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 മെഷർമെൻറ്റും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മളിത് ഹോർലിക്സ് കുക്കീസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോർലിക്സിൻ്റെ പൊടി എടുക്കാം. ഞാൻ ഇവിടെ 5 രൂപയുടെ 2.5 പാക്കറ്റാണ് എടുക്കുന്നത്. 2 മുഴുവൻ പാക്കറ്റ് പിന്നെ പകുതിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആദ്യം നല്ല ക്ലീൻ ആക്കി ഇടുക. നമ്മളിതിൽ മാവൊക്കെ കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് വേണം നമ്മളിതിലേക്ക് കുഴയ്ക്കാൻ. പിന്നെ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു വനസ്പതി നമ്മളിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ വനസ്പതിയും പഞ്ചസാരയും കൂടി ആദ്യം നല്ല മെൽറ്റാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ചേർക്കാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഹാൻഡ് ബീറ്റർ അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. എനിക്ക് സ്റ്റാൻഡ് മിക്സർ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ കയ്യിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പഞ്ചസാര പൊടിയാണ്. 125 ഗ്രാം പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വനസ്പതി എടുക്കുമ്പോൾ നല്ലപോലെ തണുപ്പൊക്കെ മാറി മെൽറ്റായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു പഞ്ചസാരയിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ നമ്മൾ ആദ്യം കണ്ടിട്ട് അവസാനം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ആ ഒരു പഞ്ചസാര പൊടിയും അതുപോലെ തന്നെ വനസ്പതിയും കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് കിട്ടണം. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റിലാണ് നമ്മളിവിടെ ഈ ഒരു കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒന്ന് ഇളക്കി അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 4 സൈഡിലുള്ളത് നമ്മളതൊന്ന് ഇളക്കി ആ ഒരു നടുഭാഗത്തേക്ക് ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നല്ലതുപോലെ അത് കുഴച്ച് സ്മൂത്താക്കി എടുക്കണം കേട്ടോ. ആ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ആ ഒരു വനസ്പതിയും കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു ക്രീമി ആയിട്ട് എടുക്കണം. നല്ലൊരു ക്രീം പരുവത്തിൽ വേണം നമുക്കത് എടുക്കാം കേട്ടോ.
അധിക സമയമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇത് അധികം നമ്മൾ ബണ്ണൊക്കെ തയ്യാറാക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട, ഒരു 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ മാവാണ് കേട്ടോ. ഇതിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല. ആ ഒരു ക്രീമിൽ തന്നെ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. എൻ്റെ വീഡിയോസ് 10 വീഡിയോസ് ആയിട്ടുണ്ട്, ഇനി ഒരു 5 വീഡിയോസും കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ള് കാണുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ എൻ്റെ സമ്മാനങ്ങൾക്ക് കിട്ടാനുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരിക കേട്ടോ. അപ്പം അതിൽ നിന്ന് നറുക്കെടുക്കുന്ന 3 പേർക്കാണ് ഞാനിവിടെ ഹാൻഡ് ബീറ്റർ കൊടുക്കുന്നത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹാൻഡ് ബീറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, കേക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബേക്കറി ഐറ്റങ്ങൾ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും കാണാം കേട്ടോ, നിങ്ങൾക്ക് അതിലും ഫോളോ ചെയ്യാം. ഇനി നമ്മൾ കൈകൊണ്ട്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, 2 കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഗ്ലൗസൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കതൊട്ടും ശരിയാവില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുക്കണം. അതും അധികം സമയമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ഒരു കുഴച്ചെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മളിട്ട് മയപ്പെടുത്തുകയൊന്നും വേണ്ടത്, ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു മാവ് നല്ലതുപോലെ കുഴച്ച് പരുവാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഹോർലിക്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഹോർലിക്സിൻ്റെ പൊടി ചേർക്കുമ്പോൾ അത് കൂടിപ്പോവാനൊന്നും പാടില്ല. കാരണം നമ്മൾ കൂടുതൽ ഹോർലിക്സിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് ഒലിച്ചൊക്കെ ആ ഒരു മധുരമല്ലേ, കൂടുതൽ ഒലിച്ചൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള അളവ് മാത്രം നമ്മൾ ചെയ്യുക കേട്ടോ. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുക്കീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പീനട്ട് കുക്കീസ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ബൂസ്റ്റ്, നമ്മൾ ഈ ഒരു ഹോർലിക്സ് ചേർത്തതിന് പകരം ആ ഒരു ബൂസ്റ്റും അതുപോലെ തന്നെ പീനട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ കോൺഫ്ലെക്സിൻ്റെ ഒക്കെ കുക്കീസൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസ് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഇടും കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഹോർലിക്സിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയ ശേഷം ഇട്ട് കൊടുക്കുക. ഹോർലിക്സ് കൂടിപ്പോവുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അളവ് മാത്രമേ ചേർക്കാവൂ. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പഞ്ചസാരയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ കൂടുതൽ ഒലിച്ച് അത് ഒട്ടും തന്നെ നമുക്ക് ആ പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2.5 കവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നേരത്തെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചതുപോലെ തന്നെ 2 കൈ ഉപയോഗിച്ച് ആ ഒരു ഹോർലിക്സിൻ്റെ പൊടി ആ ഒരു മാവിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. നമ്മൾ ഇതിൽ കാണും പോലെ നമുക്ക് ഇതൊക്കെ കിടക്കണമെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നല്ലതായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ്, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുക്കീസ് കഴിക്കാൻ. നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ വീഡിയോസും പഠിക്കുന്ന രീതിയിലാണ് ഞാൻ എല്ലാ വീഡിയോസും ഇടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. അപ്പം എൻ്റെ ഫോൺ നമ്പറിൽ എന്നെ വിളിച്ച് ഒരാൾ കേട്ട് കുക്കീസിൻ്റെ ഒക്കെ ഞാൻ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആ മാവ് തൂറ്റി കൊടുക്കുകയാണ്. അത് തൂറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചെറുതായിട്ട് തൂറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തി കോല് കൊണ്ടൊന്ന് ചെറുതായിട്ട് പരത്താം. പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നല്ല രീതിയിൽ നമുക്ക് കുക്കീസ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഇവിടെ ചപ്പാത്തി കുഴവി കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇത്തിരി കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ അധികം നൈസായി പോകാൻ പാടില്ല, നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ ഒരു അളവിൽ ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു
ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അടുത്തടുത്ത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ മാവ് വേസ്റ്റ് ആവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത് കട്ടർ വെച്ച് നമ്മൾ ഈ കുക്കീസൊക്കെ ചെയ്യുന്ന കട്ടറാണ് കേട്ടോ, അതുകൊണ്ട് നമ്മളിതുപോലെ ഒന്ന് ആ റൗണ്ടിന് എടുക്കാം. അപ്പം ഞാൻ കൂടുതൽ ലോങ്ങായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അധികമായിട്ടിരിക്കുന്ന മാവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്കൊരു ചട്ടകോ എന്തെങ്കിലും കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പൊടിഞ്ഞൊന്നും പോവാതെ പതുക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് എടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ചട്ടകം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി എല്ലാം ഒന്ന് ഞാൻ ഇവിടെ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 140 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം 140 ഡിഗ്രിയിൽ 25 മിനിറ്റ് വെച്ച് നോക്കണം. നിങ്ങളത് കുക്കായില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഓവൻ്റെ ചൂട് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്തെടുത്ത സമയം എന്ന് പറയുന്നത് 25 മിനിറ്റ് ആയപ്പോൾ എനിക്ക് ചെറിയൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി ഞാൻ വെച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണ്, അപ്പോഴിത്തിരി ഒരു സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. ഇതിന് നല്ലതുപോലെ തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് പൊട്ടിക്കുമ്പോൾ നല്ല മാവ് പോലെ നല്ല രീതിയിൽ പൊട്ടി വരും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് ബൂസ്റ്റ് കുക്കീസും കാണിക്കുന്നുണ്ട്. കാരണം 2 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഒറ്റ വീഡിയോയിൽ തന്നെ ഞാൻ ഇവിടെ 2 കുക്കീസും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കുക്കീസൊക്കെ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ കുക്കീസൊക്കെ ചെയ്ത് നല്ലതുപോലെ സെയിൽ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ കുക്കീസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇതെല്ലാം ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാതിരിക്കാനും മറക്കല്ല കേട്ടോ. എല്ലാവരും അറിയിക്കണം. അപ്പം ഈ ഹോർലിക്സ് കുക്കീസ് ചെയ്തതുപോലെ തന്നെയാണ്, അതേ അളവിൽ തന്നെയാണ് ഞാൻ മെഷർമെൻറ്റും എടുത്തിരിക്കുന്നത്. അതേപോലെ ചെയ്ത ശേഷം ഹോർലിക്സ് കുക്കീസിന് നമ്മൾ ഹോർലിക്സ് പൊടി ചേർത്തതുപോലെ തന്നെ ബൂസ്റ്റ് പൊടി ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കുഴച്ചിട്ട് പകുതി വിധം എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ അല്ലാതെയാണ് എടുത്തത് കേട്ടോ. ഞാൻ അല്ലാതെ ഒരേപോലെ അളവിലാണ് എടുത്ത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ 1 കിലോയൊക്കെ മാവ് കുഴച്ച ശേഷം ഇത് പകുതിയായിട്ട് മാറ്റിയിട്ട് ഇതേപോലെ 2 പൊടിയും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ 2 രീതിയിൽ നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ ചെയ്തതുപോലെ തന്നെ കട്ടിക്കൊന്ന് പരത്തിയ ശേഷം ഞാൻ കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടിന് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾ ഇതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ ഹോർലിക്സ് കുക്കീസിന് എടുത്ത അതേ സമയം തന്നെയാണ് ഇത് ബേക്ക് ചെയ്യാനും എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭവും കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല ഒരു വരുമാനവും കിട്ടും കേട്ടോ. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ അതിൽ വനസ്പതി ചേർത്തല്ലോ, നിങ്ങൾക്ക് ഈ ഒരു വനസ്പതിക്ക് പകരം നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ ആ ഒരു അളവിന് ബട്ടർ ചേർക്കാം കേട്ടോ. ബട്ടർ ചേർത്തെടുത്താലും മതി, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു കുക്കീസ്. പിന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബേക്കറിയിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കുക്കീസിൻ്റെ വനസ്പതി വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ ബൂസ്റ്റിൻ്റെയും എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് അകലം കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ആദ്യം ഇത്തിരി ഒരു സ്മൂത്താണെങ്കിൽ നമുക്ക് പിന്നീട് ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു കുക്കീസ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളെല്ലാം ഞാൻ ഈ കുക്കീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾ കൃത്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.